കർത്താവ് അവസാന ദിവസം പറഞ്ഞ കാര്യങ്ങൾ, ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് കേട്ടു. 20ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. അത് എക്സാക്റ്റായിട്ട് നടക്കുകയും ചെയ്തു. യേശുക്രിസ്തുവിനെ ക്രൂശിച്ചപ്പോൾ അവർ കരഞ്ഞ് നിലവിളിക്കുകയായിരുന്നു. അവർക്ക് അതിൻ്റെ അടുത്തോട്ടൊന്ന് ചെല്ലാൻ പോലും അനുവദിച്ചില്ല. അങ്ങനെ അവർ കരഞ്ഞ്, ദൂരെ നിന്ന് കരഞ്ഞ് വിലപിക്കുകയായിരുന്നു. എന്നാൽ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റു, അവർക്ക് പ്രത്യക്ഷമായി. അവരുടെ ഹൃദയത്തിലെ സന്തോഷം എന്തുമാത്രമായി. അത് ഒന്ന് നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ മനോഹരമായിരിക്കും. നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. കർത്താവ് അവരെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയായിരുന്നു. കാരണം മുൻപിൽ അവരുടെ നായകനെ, അവരുടെ നേതാവിനെ ഇതാ ക്രൂശിക്കുകയാണ്. അന്നത്തെ ഏറ്റവും മോശമായിട്ടുള്ള ശിക്ഷ ഈ കർത്താവിന് കൊടുക്കുകയായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഭയങ്കര സങ്കടമുണ്ടായി. എന്നാൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വാർത്ത പത്രോസ് വന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഹൃദയം എത്രമാത്രം ത്രസിച്ചു. അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ ഒരു സന്തോഷത്തിലേക്ക് ശിഷ്യന്മാരെ കർത്താവ് കൊണ്ടുപോവുകയാണ്. കർത്താവിൻ്റെ കൂടെ ജീവിച്ച 3.5 വർഷം അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ഒരു പ്രയാസം ഉണ്ടായില്ല. എന്നാൽ കർത്താവ് ഇല്ലാത്ത സമയത്ത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? അവർക്കെല്ലാമായിരുന്ന, അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായിരുന്ന കർത്താവ് ഇപ്പോൾ അവരുടെ കൂടെ ഇല്ലാതെയായാൽ അവർ എങ്ങനെ അവർക്ക് ഫേസ് ചെയ്യാനായിട്ട് കഴിയും? എന്നാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്ന് നമ്മുടെ കൂടെയാണ്. നമ്മൾ അവൻ്റെ കൂടെ. ഈ കർത്താവ് നമ്മുടെ കൂടെ, നമ്മൾ കർത്താവിൻ്റെ കൂടെ ആയ ഒരു ജീവിതമാണോ നമ്മൾ നയിക്കുന്നത്? അതാണ് നമ്മൾ നയിക്കുന്നെങ്കിൽ നമുക്കെല്ലാം സന്തോഷം, അടക്കാൻ വയ്യാത്ത സന്തോഷത്തോടെ കൂടെ നമ്മൾ ജീവിക്കും. നമ്മളെ സന്തോഷത്തിലേക്കാണ് കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ നോക്കുന്നുണ്ടല്ലോ, ഇപ്പം നമുക്ക് കർത്താവിനെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ കർത്താവിനെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാണുന്നില്ല. പക്ഷേ രുചിക്കാൻ നമുക്ക് കഴിയും, അനുഭവിക്കാൻ നമുക്ക് കഴിയും, അവനെ ആശ്ലേഷിക്കാൻ നമുക്ക് കഴിയും. എത്ര മനോഹരമായ ഒരു ജീവിതമാണ് ഈ ക്രിസ്തീയ ജീവിതം. ഈ ക്രിസ്തീയ ജീവിതത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിച്ചു ചേർത്തുകൊണ്ട് നമ്മൾ വളരെ ഭാഗ്യവാന്മാരാണ്. ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാർ നമ്മളാണ്. കാരണം അനുഭവിച്ചറിയാൻ സാധിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയാനായിട്ട് നമുക്ക് കഴിയും. അനുഭവിച്ചറിയാൻ കഴിയുന്ന ആ ഒരു ജീവിതം അത് ഏറ്റവും മനോഹരമാണ്, ഏറ്റവും സന്തോഷപൂർണ്ണമാണ്. നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. ആ സന്തോഷമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ പല അവസരത്തിൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരുന്നുണ്ട്, കരയേണ്ടിയും വരുന്നുണ്ട്. പക്ഷേ എന്നും കരഞ്ഞുകൊണ്ടിരിക്കാനല്ല, എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കാനല്ല കർത്താവ് അനുവദിച്ചിരിക്കുന്നത്. തികഞ്ഞ സന്തോഷം അവൻ നമുക്ക് തരുന്നു. ഒരു ക്രിസ്ത്യാനി തികഞ്ഞ സന്തോഷവാനാണ്. കാരണം അവൻ്റെ പ്രത്യാശയാണ് അവനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ പ്രത്യാശയിൽ നമുക്കായിരിക്കാം.
ആ കർത്താവിനോട് ചേർന്ന് ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് ആ 23 വാക്യത്തിലെ 23-ാമത്തെ അവസാന വാക്യം 23 വാക്യങ്ങൾ ഞാനത് വായിക്കാം. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. എത്ര വലിയൊരു പ്രോമിസാണ്. നമ്മളും പിതാവിനോട് ചോദിക്കുന്നു, പിതാവ് നമുക്ക് തരുന്നു. ചോദിക്കാത്തതുകൊണ്ടാണ് നമുക്ക് ലഭിക്കാതിരിക്കുന്നത്. നമ്മൾ സന്തോഷം കർത്താവിനോട് ചോദ്യം, നിശ്ചയമായിട്ടും കർത്താവ് നമുക്ക് സന്തോഷം തികഞ്ഞ അളവിൽ നമുക്ക് സന്തോഷം തരും. നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല, കാരണം അതിനുള്ള സമയമായില്ല. പക്ഷേ ഇനി ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് തന്ന ഈ പ്രോമിസിന്മേൽ നിങ്ങൾ ചോദിക്കും. ആ ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തരും. ആ കർത്താവിൻ്റെ തികഞ്ഞ സാന്നിധ്യം നമുക്ക് എല്ലാവർക്കും അനുഭവിക്കാൻ ഇടയാകണം. എന്നാലേ നമ്മുടെ ക്രിസ്തീയ ജീവിതം വാസ്തവത്തിൽ സന്തോഷപ്രദമായി തീരത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഉത്സാഹിക്കാം. നമുക്ക് കർത്താവിനോട് ചേർന്ന് ഇരിക്കണം, കർത്താവിനോട് ചേർന്ന് നടക്കണം, കർത്താവിൽ ലയിക്കാൻ നമ്മൾ ഉത്സാഹിക്കും തോറും നമ്മൾ കർത്താവിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷത്തിൽ നമ്മളായിത്തീരും. അതിന് നമ്മൾക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. ഞാൻ കൂടുതൽ മുന്നോട്ട് പോകുന്നില്ല. ദൈവം നമ്മളെ ഈ സന്തോഷത്തിൽ നയിക്കുവാനായിട്ട് ഇടയാകട്ടെ. അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയായിരുന്നു. ഇത്ര വലിയൊരു ലോകം, അവിടെ ഏറ്റവും അതിൻ്റെ ഒരു വിശാലമായ ഒരു പ്രദേശം, ലോകത്തിൻ്റെ ഒരു ഭൂഖണ്ഡത്തിൽ അതൊരു ചെറിയ രാജ്യമായ ഇന്ത്യയിലെ കേരളത്തിൽ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ ഒരിടത്ത് ഇപ്പം അവരെല്ലാം പറഞ്ഞ പോലെ ആ ദൈവത്തെ അറിയാനായിട്ട് നമുക്ക് ദൈവം തന്ന ഒരു ഭാഗ്യമാണ് നമ്മുടെ ഏറ്റവും സന്തോഷത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം. അല്ല, അത് ബാക്കിയുള്ളതെല്ലാം മാറിപ്പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ബാക്കിയെല്ലാം നമുക്കറിയാം. ഈ ലോകത്തിൽ നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങളെല്ലാം നൈമിഷികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം അതിൻ്റെ യൂസേജിൽ അതിന് അപ്പോൾ സമയത്ത് അത് കുറെ കഴിയുമ്പോൾ നമുക്കത് എത്ര നല്ല ഫുഡാണേലും നമ്മുടെ പിള്ളേർക്കും നമുക്ക് ഒരാഴ്ച കഴിയുമ്പോൾ ഇത് തന്നെയാണോ പിന്നെ കൊണ്ടുവരുന്ന ചോദിക്കുന്ന യേശുവിനെ നമ്മൾ അറിയുന്തോറും അത് നമുക്ക് ഉള്ളിൽ ആനന്ദം, നമ്മുടെ ഉള്ളിൽ നമുക്കതൊരു വലിയ സന്തോഷം. യേശു ഇത്ര നമ്മൾ ആരായിരുന്നെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു സൈഡിൽ, മറ്റേ സൈഡിൽ ദൈവം അത്ര വലിയൊരു ദൈവം എന്നെ കൺസിഡർ ചെയ്യുന്നു, ദൈവം എന്നെ ഓർക്കുന്നു, ദൈവം എന്നെ അറിയുന്നു എന്ന് അറിഞ്ഞ് നമുക്ക് ഓരോ ദിവസവും യേശുവിനെ പറ്റി, ദൈവത്തെപ്പറ്റി നമ്മൾ കൂടുതൽ അറിയും തോറും അത് നമുക്ക് ഏറ്റവും നമ്മുടെ സന്തോഷത്തിന്, ഞാൻ പറഞ്ഞത് ഒരു പറഞ്ഞു തീരാത്ത സന്തോഷം നമുക്കുണ്ടാകുന്നത് യേശുവിനെ നമ്മൾ അറിയുമ്പോഴാണ്. നമ്മൾ വായിച്ചിട്ടുള്ള പോലെ നിത്യജീവൻ എന്ന് പറയുന്നത് തന്നെ കർത്താവിനെ നമ്മൾ അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ തന്നെ ഞാനങ്ങനെ തന്നെ പ്രാർത്ഥിക്കാനായിട്ട് കർത്താവെ ഓരോ ദിവസവും അങ്ങനെ കൂടുതൽ അറിയാനായിട്ടും ആ ഒരു സന്തോഷത്തിൽ ജീവിക്കാനായിട്ടും ദൈവം നമ്മളെ ഓരോ ചേട്ടാ വചനത്തിനായിട്ട് സ്തോത്രം. അജി ബ്രദർ പറഞ്ഞ കാര്യം തന്നെ എനിക്ക് പറയാനുള്ളത്. ആക്ച്വലി എല്ലാം ലോകത്തിൽ ലഭിക്കുന്ന എല്ലാം നൈമിഷികമായിട്ടോ കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. ശരിക്കും ലോകത്തിലെ മനുഷ്യർ ഫൈറ്റ് ചെയ്യുന്നതും ആ കാര്യങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ്. അപ്പോൾ പൈസ നഷ്ടപ്പെട്ടു പോകാതിരിക്കുക, മാന്യത നഷ്ടപ്പെട്ടു പോകാതിരിക്കുക, ജീവൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കുക, ഇതിനുവേണ്ടിയാണ് മനുഷ്യൻ ജീവിക്കുന്നതും ഫൈറ്റ് ചെയ്യുന്നതുമല്ല. പക്ഷെ കർത്താവ് തരുന്നതെല്ലാം നിത്യമായിട്ടാണ് തരുന്നത്. കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളൊരു അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളൊരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, നിങ്ങൾ മരണം വിട്ട് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ഇവിടെ കർത്താവ് പറയുന്നത് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളെ എടുത്തു കളയുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത കാര്യങ്ങളാണ് കർത്താവ് തരുന്നത്. ശാശ്വതവും നിത്യവുമായ കാര്യങ്ങളാണ് കർത്താവ് തരുന്നത്. ബ്രദർ പറഞ്ഞ പോലെ
കർത്താവിനെ അറിയുന്തോറും നമ്മുടെ സന്തോഷം കൂടിക്കൊണ്ടേയിരിക്കും. എത്ര ചെറിയ മനുഷ്യരായ നമ്മളെ ഇത്ര വലിയവനായ ദൈവം കരുതുന്നുണ്ടല്ലോ. നമ്മുടെ പേര് വരെ എല്ലാം കർത്താവിനെ അറിയാം. നമ്മുടെ ജീവിതവും പേരും മുന്നോട്ടുള്ള ഭാവിയും എല്ലാം കർത്താവ് കരുതുന്നുണ്ടല്ലോ എന്ന് അറിയുന്തോറും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കേട്ട വചനത്തിനായിട്ട് സ്തോത്രം. അതിനനുസരിച്ച് ജീവിക്കാനായിട്ട് എന്നെ തന്നെ സമർപ്പിക്കും. സ്തോത്രം ചെയ്യുന്നു. കർത്താവ് കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ഇന്ന് കർത്താവിലുള്ള സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞു. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. നിങ്ങളുടെ ഹൃദയം, അതിൻ്റെ 22-ാം വാക്യത്തിലെ, അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ടെങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. അത് കർത്താവിൻ്റെ സന്തോഷത്തിൻ്റെയും കർത്താവിൻ്റെ സമാധാനത്തിൻ്റെയും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെയും ഒരു പ്രത്യേകതയാണത്. അത് ഈ 14 കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ കർത്താവ് തന്ന ആ സമാധാനം, ലോകം തരുന്ന സമാധാനം, സന്തോഷം വരുമ്പോൾ മാത്രം സമാധാനവും സന്തോഷവും ഉണ്ടാവും. ആ നിമിഷ നേരത്തേക്കുള്ള ആ സന്തോഷം മാഞ്ഞു കഴിയുമ്പം അതിൻ്റെ സന്തോഷവും തീരും, സമാധാനവും തീരും. പക്ഷേ കർത്താവ് തരുന്ന സമാധാനവും സന്തോഷവും എന്ന് പറഞ്ഞാൽ ലോകം തരുന്നൊരു സമാധാനമല്ല. അതാരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. ഞാനിന്ന് ഇവിടെ ബ്രദറിൻ്റെ മമ്മിയെ, സഹോദരിയെ കണ്ടപ്പോൾ ഞാൻ ആശുപത്രി ചെന്ന് സഹോദരിയെ അന്ന് കണ്ടതാണ്. പക്ഷെ ആ ഒരു മുഖമല്ല ഇന്ന് കുറച്ചും കൂടെ ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും അനുഭവിക്കുന്ന ഒരു മുഖമാണ് ഞാൻ ആ സഹോദരി കണ്ടത്. അത് അന്ന് ആ പ്രാരംഭഘട്ടത്തിൽ ആ ദുഃഖം ഉണ്ടായിരുന്നെങ്കിലും കർത്താവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും മൂലം കർത്താവിൻ്റെ കൃപയാൽ അത് സഹിക്കാനും അതൊരു സന്തോഷമായിട്ട് മുഖത്ത് കാണാനും ഒക്കെ ഇടയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അമ്മയുടെ മുഖത്ത് നോക്കുമ്പം എനിക്ക് വാസ്തവത്തിൽ ഇന്ന് അകത്തൊരു സന്തോഷമാണ് ഉണ്ടായത്. കാരണം ഇങ്ങനെയൊക്കെ ആകുമ്പം ലോകത്തിലുള്ള പലരും ദുഃഖിച്ച് വശായി വേറെ എന്തെല്ലാം പരാതിയും പെറുപെറുപ്പും ഒക്കെ വരുന്ന സ്ഥലത്ത് സന്തോഷത്തോടെ ദൈവതേജസ് മുഖത്ത് വിളങ്ങുന്ന ഒരു മുഖവുമായിട്ടിരിക്കുന്ന അമ്മയെ കണ്ടപ്പം എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അതിൻ്റെ റീസൺ ഇത് തന്നെയാണ്. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന്, അത് സാഹചര്യം എന്ത് തന്നെ ആയാലും, കാരണം അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ, ആ സത്യത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞ പെന്തക്കോസ്ത് നാളിന് ശേഷമാണ് ഈ സന്തോഷം ശിഷ്യന്മാരിലും കാണാൻ തുടങ്ങിയത്. കർത്താവ് ഉയർത്തെഴുന്നേറ്റു, അത് സന്തോഷമാണ്. എന്നാൽ അതിനുശേഷം കർത്താവ് കുറച്ച് കഴിഞ്ഞപ്പം പറഞ്ഞ പോലെ പത്രോസ് വെള്ളവും മലയൊക്കെ എടുത്തോണ്ട് മീൻ പിടിക്കാൻ പോയി. പക്ഷെ പെന്തക്കോസ്ത് നാളിന് ശേഷം പത്രോസ് എങ്ങും പോയില്ല. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഒറ്റ പ്രസംഗത്താൽ 3000 പേരെ സ്നാനപ്പെടുത്താൻ തക്കവണ്ണം ശക്തിയുള്ളവനായി തീർന്നു. അതുപോലെ അവർ ധൈര്യമില്ലാതിരുന്ന പത്രോസ്, ഒരു ജോലിക്കാരി പെണ്ണിൻ്റെ മുമ്പിൽ പോലും യേശു കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് 3 പ്രാവശ്യം അന്ന് തള്ളിപ്പറഞ്ഞെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം എത്ര ധൈര്യത്തോടെയാണ് ആ ശിഷ്യന്മാരെല്ലാം, അപ്പോസ്തല പ്രവൃത്തി പറയുന്നത്, കർത്താവിൻ്റെ നാമനിമിത്തം അടി കൊണ്ടതുകൊണ്ട് അവർ സന്തോഷിച്ചുകൊണ്ട് പോയെന്നാണ് പറയുന്നത്. എന്നിട്ട് ഭരണാധികാരികളോട് തന്നെ പറയുന്നുണ്ട്, കർത്താവിനേക്കാൾ കൂടുതൽ നിങ്ങളെ അനുസരിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല എന്നും പറഞ്ഞ് ആ ധൈര്യം, അവരുടെ ധൈര്യം കാണുകയാൽ അവർ പോലും അതിശയിച്ചു. അതിൻ്റെ റീസൺ അവർക്ക് പെന്തക്കോസ്ത് നാളിന് ശേഷം പരിശുദ്ധാത്മാവിനാൽ അവർ നിറയപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ അതാ കർത്താവ് പറഞ്ഞ, ഞാൻ പോകാഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനമില്ല. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം എന്ന് പറഞ്ഞാൽ ഇനിയും വരാനുള്ളത് എന്താണെന്ന് മുഴുവൻ ഈ സർവശക്തനായ കർത്താവിനറിയായിരുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായ കർത്താവിനറിയായിരുന്നു, മനുഷ്യനായെങ്കിലും. അതുകൊണ്ട് അതിനുവേണ്ടി അവരെ ഒരുക്കുകയാണ്. അതാ കർത്താവ് പറഞ്ഞത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. കാരണം ഇനി വരാനുള്ള ദിവസങ്ങളിലെല്ലാം ഞാൻ പോയി കാര്യസ്ഥനെ അയച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാൻ ഒക്കത്തുള്ളൂ കർത്താവിനറിയായിരുന്നു. പക്ഷേ ഇവർക്കത് അറിയത്തില്ലായിരുന്നു. അതുപോലെ ഇവിടെ കർത്താവ് പറയുന്നുണ്ടല്ലോ, എനിക്ക് പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്. അന്നേരം യോഹന്നാൻ 17:10 നമ്മൾ വായിക്കുന്നുണ്ട്, പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതെല്ലാം പിതാവിനുള്ളതും, പിതാവിൻ്റേതല്ലാതെ എൻ്റേതെല്ലാം പിതാവിൻ്റേതും. ആദ്യം എൻ്റേതെല്ലാം പിതാവിനുള്ളതെന്ന് കർത്താവ് പറയുന്നു.
അപ്പോൾ എൻ്റേതെല്ലാം പിതാവിനുള്ളതായിട്ട് കർത്താവ് എണ്ണിയത് കൊണ്ടാണ് പിതാവിൻ്റേതെല്ലാം യേശുവിൻ്റേതായിട്ട് തീർന്നത്. അത് എനിക്ക് സാധ്യമാകണമെങ്കിൽ ഞാനും അത് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചത് എൻ്റെ ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടമെന്നും പറഞ്ഞ് എല്ലാ സാഹചര്യത്തിലും. അപ്പോൾ ഇവിടെ റോമർക്ക് ലേഖനത്തിലെ ഒരു വാക്യമുണ്ട്, റോമർ 8 എപ്പോഴും വായിക്കുന്ന വാക്യം 8:16 മുതൽ 16-17. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു. പക്ഷെ അതിൻ്റെ താഴെ ഒരു കണ്ടീഷനിലൂടെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. യേശു ചെയ്ത അതായിരുന്നു. ഈ ഭൂമിയിൽ ജീവിച്ച നാളത്രയും ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു. അതാ പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത്, യേശു കഷ്ടം അനുഭവിച്ചതുകൊണ്ട്, ജഡത്തിൽ കഷ്ടം അനുഭവിച്ചുകൊണ്ട് ആ ഭാവം തന്നെ നമ്മളും ആയുധമായി ധരിപ്പേ. ആ ആയുധം ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ എനിക്ക് കർത്താവിൻ്റെ തേജസ്സിൽ അവകാശിയായി തീരാനായിട്ട് ഒക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റേതെല്ലാം കർത്താവിനാവും, കർത്താവിൻ്റേതെല്ലാം എൻ്റേതും ആവും. അല്ലാതെ കർത്താവിനുള്ളതെല്ലാം എൻ്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്നാണ് ഇന്നത്തെ വചന കേൾവിയിൽ നിന്ന് മുമ്പുള്ള വചനം, ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പം മനസ്സിലാകുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഈ കർത്താവിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം എപ്പോഴും പൂർണ്ണമായി തന്നെ, അതെ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. എനിക്ക് കർത്താവ് തന്നിട്ടുള്ള സന്തോഷം, പരിശുദ്ധാത്മാവിലൂടെ എനിക്ക് ലഭിക്കുന്ന സന്തോഷം, അത് ആർക്കും എടുത്തു കളയാൻ പറ്റത്തില്ലെന്ന് തന്നെയല്ല, വീണ്ടും ഞാൻ ഓരോ സാഹചര്യത്തിലും ഞാൻ ചോദിക്കുമ്പോഴെല്ലാം കർത്താവ് സന്തോഷം എനിക്ക് തരും. എൻ്റെ സന്തോഷം പൂർണ്ണമാകുമ്പോഴും അത് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങൾ കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ നിങ്ങളെന്നെ കാണും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഓരോ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ കർത്താവ് പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, എൻ്റെ സാഹചര്യങ്ങൾ, ഞാൻ കടന്നു പോകുന്ന ഓരോ സാഹചര്യത്തിലും യേശുവിനെ കാണാനായിട്ട് പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കും. യേശുവിനെ കണ്ടു കഴിയുമ്പം എൻ്റെ സന്തോഷം പൂർണ്ണമാകും. അവിടെ സങ്കടമുള്ള സാഹചര്യമാണ് ആയിരിക്കാം, പ്രയാസമുള്ളതായിരിക്കാം, എന്നാലും അവിടെ എൻ്റെ സന്തോഷം പൂർണ്ണമാകും. അപ്പോൾ സന്തോഷം പൂർണ്ണമാകുന്നൊരു ജീവിതം നയിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ നിറഞ്ഞ് എപ്പോഴും ആയിരിക്കണം. ആത്മനിറവിൽ എപ്പോഴും ഞാൻ ആയിരിക്കണം. ഞാൻ ആത്മാവിന് കീഴ്പ്പെട്ട് ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ സന്തോഷം എന്നിൽ പൂർണ്ണമാകത്തുള്ളൂ. കർത്താവ് എന്നെക്കുറിച്ച് അത് തന്നെ ആഗ്രഹിക്കുന്നു. ഞാൻ അതിനായിട്ട് ആഗ്രഹിക്കുകയും കർത്താവിൻ്റെ കരങ്ങളിൽ എന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് എനിക്ക് ഏറ്റവും എൻകറേജിംഗ് ആയിട്ട് തോന്നിയ, അതായത് ഒരു റെവലേഷൻ ശിശുക്കളെ പോലെയുള്ളവർക്കാണ് ദൈവം കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പം ശരിക്കും നമ്മൾ കുറേയൊക്കെ നമുക്ക് മുമ്പ് കേട്ടതുപോലെ, അതായത് നമുക്ക് പല കാര്യങ്ങളും ഓരോ സിറ്റുവേഷൻ വരുമ്പം മനുഷ്യരിൽ ആശ്രയിക്കാനും, നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിക്കാനും, അല്ലെങ്കിൽ പണത്തിൽ ആശ്രയിക്കാനും, അതിനെല്ലാം നമുക്ക് കഴിയും. പക്ഷേ അവിടെ എല്ലാം ചെന്ന് കൊട്ടുമ്പം അതെല്ലാം വാതിലുകൾ അടഞ്ഞു കഴിയുമ്പോൾ ആണ് നമ്മൾ ശരിക്കും ഒരു കരച്ചിൽ. അപ്പോൾ ആ ഒരു കരച്ചിലുള്ളിടത്ത് മാത്രമേ ശരിക്കും ദൈവം നമ്മളെ ബ്ലെസ് ചെയ്യത്തുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള ആ ഒരു ലേബർ പെയിൻസിനെ കുറിച്ച് പറഞ്ഞു. ശരിക്കും അവിടെ ആ ഒരു പെയിനിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ഒരു നിലവിളി ഉണ്ടാകത്തുള്ളൂ. ഞാൻ ഒരു പ്രൈഡിനെ കുറിച്ചൊരു കോട്ടിങ്ങിനെ ഓർക്കുമായിരുന്നു. അതായത് ഓസ്വാൾഡ് ചേമ്പേഴ്സ് എന്തോ പറഞ്ഞു, അതായത് പ്രൈഡ് ഈസ് നത്തിങ് ബട്ട് ഹാവിങ് ആൻ ലൈഫ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഗോഡ്. അതായത് ദൈവത്തിൽ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് അങ്ങ് ജീവിക്കും. നമ്മൾ എല്ലാവരും അത് ലോകപ്രകാരം നോക്കുമ്പോൾ അത് വലിയ കുഴപ്പമൊന്നുമില്ല, അവർ കഷ്ടപ്പെട്ട് ജീവിക്കുമല്ലോ, അതിനെന്തോ പ്രശ്നം. പക്ഷെ ശരിക്കും അത് പ്രൈഡാണ്. എനിക്ക് കുറേ ഐഡിയാസൊക്കെ ഉണ്ട്, അതനുസരിച്ച് ഞാൻ ജീവിക്കും. പക്ഷെ അതാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം. അങ്ങനത്തെ ഒരാളെ
ദൈവത്തിന് ഒരിക്കലും ബ്ലെസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പവർ എനിക്ക് ലഭിക്കത്തില്ല. എനിക്ക് ദൈവം ഇന്ന് ഓർപ്പിച്ച ആ ഒരു 2 Corinthians 12 to keep me from exalting till 7 തൊട്ട് myself there was given me a thorn in the flesh, messenger of Satan to torment me, to keep me from exalting myself. ഇപ്പം ആ ഒരു പൗലോസിന് ഒരു വീഴ്ച ജീവിതത്തിൻ്റെ തുടക്കത്തിൽ കർത്താവുമായിട്ടുള്ള ഒരു ലൈഫിലെ തുടക്കത്തിലുണ്ടായെങ്കിലും പിന്നെ ഒരു വീണ്ടും ദൈവം അനുവദിച്ചു. അതിനെ താഴോട്ട് വായിക്കുമ്പം പറയുന്നത് I implored the Lord 3 times that it might leave me. He said, my grace is sufficient for you, for power is perfected in weakness. ഒരിക്കൽ സാക് ബ്രദർ ഇങ്ങനെ പറയുന്നത് കേൾക്കുമായിരുന്നു. അതായത് പൗലോസിനെ ദൈവം അത്രയും സ്നേഹിച്ചു. അതായത് പൗലോസിനെ കുറച്ചെങ്കിലും ആ ഒരു നീളം വരുമ്പം ദൈവത്തിൻ്റെ ആ ഒരു പവർ കിട്ടാതെ പോകും. അതുകൊണ്ട് ദൈവം അതവിടെ അനുവദിച്ചു. അപ്പം ശരിക്കും അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് എൻ്റെ ലൈഫിലും എല്ലാം ഒരു ദൈവത്തിൻ്റെ ഒരു പല സാഹചര്യങ്ങളും ദൈവം എനിക്ക് അനുവദിക്കുന്ന അവിടെ അടങ്ങിയിരിക്കാനായിട്ട്. എന്നാൽ മാത്രം ഇന്നലെ തന്നെ ഒരു പെട്ടെന്ന് കുഴപ്പമില്ലാതെ പോകുമായിരുന്നു. പെട്ടെന്ന് എന്തോ സന്ധ്യവേട്ടൻ പറഞ്ഞപ്പോൾ എനിക്ക് ഉടനെ ആർഗ്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ ഉടനെ ദൈവം എന്നോട് പറയുന്നത്, എനിക്ക് ഇവിടെ ആർഗ്യൂ ചെയ്ത് ജയിക്കാനാണോ അതോ എൻ്റെ ഇത് പറഞ്ഞതിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ട് കാണും, അത് കറക്റ്റായിരിക്കും ചിലപ്പം. ഇപ്പം എനിക്ക് മനസ്സിലാവത്തില്ല, കുറേ കഴിഞ്ഞ് മനസ്സിലാവുമായിരിക്കും. അപ്പം അവിടെ അടങ്ങിയിരുന്നാൽ എനിക്ക് എൻ്റെ ആ ഒരു ഗ്രേസ് കിട്ടും. അതാണോ എനിക്ക് ഇമ്പോർട്ടൻ്റ്, അതോ ഇവിടെ ആർഗ്യൂ ചെയ്ത് ജയിക്കാനാണോ ഇമ്പോർട്ടൻ്റ്? ശരിക്കും ഞാൻ അവിടെ ഇപ്പം തന്നെ സോറി പറയാനും ദൈവം പണ്ടൊക്കെ കുറേ ദിവസം എടുക്കുമായിരുന്നു മീൻസ് ആ ഒരു ലൈറ്റ് ബൾബ് ഇങ്ങനെ കത്താൻ തന്നെ. പക്ഷെ ഇപ്പം പെട്ടെന്ന് തന്നെ ദൈവം അപ്പം എനിക്ക് ആ ഒരു സോറി പറയാനായിട്ട് ദൈവം സഹായിച്ചു. ശരിക്കും ഒരു പൗലോസ് പിന്നെ താഴോട്ട് പറഞ്ഞു, therefore I am well content with weaknesses, insults, distresses, persecutions, difficulties for Christ's sake, for when I am weak then I am strong. ശരിക്കും ആ ഒരു വീക്ക്നെസ്സിൽ തന്നെ എപ്പോഴും ഒരു കുഞ്ഞ് ഇങ്ങനെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന് വേറെ ഒന്നും ആരും ഇങ്ങനെ സഹായിക്കാനായിട്ടില്ല. ശരിക്കും ഒരു ഹെൽപ്ലെസ് ആയിട്ട് ആ ഒരു ഹെൽപ്ലെസ്നെസ്സിൽ തന്നെ ആയിരിക്കുവാണെങ്കിൽ മാത്രമേ ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു, അല്ലാതെ എൻ്റെ ഇമോഷൻസിലോ അങ്ങനത്തെ കാര്യങ്ങളല്ല ഒരു കുറേ പാട്ട് പാടി കഴിയുമ്പോൾ കിട്ടുന്ന ഫീലോ അല്ലെങ്കിൽ അതല്ല, മറിച്ച് ഞാൻ ഓരോ സിറ്റുവേഷനിലും എന്നെ തന്നെ താഴ്ത്തുമ്പോഴാണ് യഥാർത്ഥത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു നിറവ് ലഭിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു പവറും. അതിനായിട്ട് ഞാനും ആഗ്രഹിക്കുന്നു. ഞാനും കുടുംബവും എന്തുള്ളൂ ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ ഇത്രത്തോളമെന്റെ ഭാവിയെ കരുതാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ ഇത്രത്തോളമെന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ ഇത്രത്തോളമെന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ ഇത്രത്തോളമെന്നെ ധന്യനായി തീർക്കുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ ഇത്രത്തോളമെന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ ഇത്രത്തോളമെന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ
യോഗ്യത നിൻ മുൻപിൽ എത്രത്തോളമെന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്നുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്നുള്ളൂ. യോഗ്യത നിൻ മുൻപിൽ ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്നുള്ളൂ. യോഗ്യത നിൻ മുൻപിൽ. നമ്മൾ സാധാരണ കോളേജ് മീറ്റിംഗ്സിൽ ചെയ്യുന്ന പോലെ ഹോസ്റ്റ് ചെയ്യുന്ന ഫാമിലി ദൈവം അവരെ നടത്തിയ വിധങ്ങളെക്കുറിച്ച് സാക്ഷ്യങ്ങൾ പറയും. അപ്പം ഷാജി ബ്രദറും സിസ്റ്ററും മക്കളും പപ്പയും മമ്മിയും എല്ലാം ദൈവം നടത്തുന്ന വിധങ്ങളെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം പിന്നെ നമ്മളൊരു പാട്ട് കൂടെ പാടി വചനത്തിലേക്ക് നമ്മൾ പോവുകയല്ലോ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവം എങ്ങനെ നടത്തിയെന്ന് പറയുകയാണെങ്കിൽ ആക്ച്വലി പാട്ട് എല്ലാം അതിനകത്തും ഉണ്ട്. പാട്ടിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആദ്യം അവർ പറയുന്നത് ഇത്രത്തോളം കൊണ്ടുവന്നു, ഇത്രത്തോളം ദൈവം ആഴമായിട്ട് സ്നേഹിച്ചു ഞങ്ങളെ, ഇത്രത്തോളം ഭാവിയെ കരുതി, ഇത്രത്തോളം ധന്യനാക്കി തീർത്തു. വരികളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിലല്ല ഞങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ വളരെ വാസ്തവമാണ്. ആക്ച്വലി പപ്പായും മമ്മിയും ഉണ്ട് ഇവിടെ. ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ പപ്പായും മമ്മിയൊക്കെ എന്നെ ദൈവഭയത്തിലും സ്നേഹത്തിലുമാണ് ഞങ്ങളെ വളർത്തിയത്. അനുസരണത ഞങ്ങളെ വളർത്തി. ചെറിയ പ്രായത്തിൽ തന്നെ ഏകദേശം ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് ആയപ്പോൾ തന്നെ എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആ പരിപാലനവും ദൈവം നടത്തുന്ന വഴികളൊക്കെ ആ സമയത്ത് തന്നെ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഹൈസ്കൂൾ കോളേജൊക്കെ ആ സമയത്ത് പിന്നെ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളോട്ടൊക്കെ ഇങ്ങനെ പല ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അനുഭവം ജീവിതത്തിലുണ്ടായി. അത് കാരണം ജീവിതത്തിൽ ഒരുപാട് സെറ്റ് ബാക്ക്സ് ലൈഫിലുണ്ടായി. പറയുന്ന പോലെ തന്നെ എത്രത്തോളം ദൈവത്തിൻ്റെ അത് എത്രത്തോളം കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല. ആക്ച്വലി ഞാനും എൻ്റെ ലൈഫ് മേ ബി പകുതി വെച്ചിട്ട് എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം, ആഴമേറിയ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. പല തകർച്ചകൾ ജീവിതത്തിലുണ്ടായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നപ്പം യേശുവിൻ്റെ ആ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് വീണ്ടും അനുഭവിക്കാൻ കഴിഞ്ഞു. 2 കൈ നീട്ടി കർത്താവിനെ സ്വീകരിച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ പാപങ്ങൾ, കുറവുകൾ, അനുസരണക്കേടൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ദൈവത്തിനോട് ക്ഷമിച്ച് ഒരു പുതിയ ജീവിതം ദൈവത്തിൻ്റെ ജീവിതത്തിൽ വീണ്ടും തന്നു. ഇത് 2013 അങ്ങനെ ദൈവത്തിലേക്ക് വീണ്ടും എനിക്ക് കടന്നു വരാൻ കഴിഞ്ഞത്. പിന്നെ അതിനുശേഷം ദൈവത്തിൻ്റെ സ്നേഹം ഒരുപാട് അനുഭവിക്കാൻ കഴിഞ്ഞു. 2017 നമ്മുടെ CFCയുടെ കൂട്ടായ്മ ദുബായിൽ വളരെ യാദൃശ്ചികമായിട്ട് എനിക്ക് വരാൻ പറ്റി. അപ്പം നമ്മളൊരു പെന്റക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന കാരണം ആദ്യം വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു CFCയുടെ ഒരു രീതികളൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു ആദ്യമേ. എങ്കിലും ദൈവം അവിടെ വന്നതിന് ശേഷം വളരെ പേഷ്യൻസോടെ അവിടെ നിൽക്കാനും ശരിക്കും അതിന് ശേഷമാണ് യേശുവിൻ്റെ സ്നേഹം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയത്. എല്ലാ ബ്രദേഴ്സും എൻകറേജ് ചെയ്തു. അവിടെയുള്ള എല്ലാ എൽഡേഴ്സും അവിടെയുള്ള ബ്രദേഴ്സും എൻകറേജ് ചെയ്തു. പ്രത്യേകിച്ച് ഇവിടെ വന്നപ്പം സന്ദീപ് ബ്രദറിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കാൻ, വചനത്തിൽ ഉറച്ചു നിൽക്കാനും മനസ്സിൽ ദൈവത്തിൽ വിശ്വസിക്കാനും ഒക്കെ ബ്രദറിനെ ഒരുപാട് എൻകറേജ് ചെയ്തു. അങ്ങനെ എനിക്ക് വേണ്ടി, എൻ്റെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ച കർത്താവിനെ എനിക്ക് ശരിക്കും കാണാൻ കഴിഞ്ഞു ആ ഒരു സമയത്തിന് ശേഷം. അതിനുശേഷമാണ് ശരിക്കും എൻ്റെ പാവങ്ങളെല്ലാം കർത്താവോട് ഞാൻ ഏറ്റുപറഞ്ഞു. കർത്താവ് അതെല്ലാം കൂടി ക്ഷമിച്ച് 2022 തോന്നുന്ന സമയത്ത് എനിക്ക് വീണ്ടും സ്നാനപ്പെടാനും ദൈവം എന്നെ സഹായിച്ചു ദുബായ് വെച്ചിട്ട്. പിന്നെ പരിശുദ്ധന്മാനാൽ ദൈവം അഭിഷേകം ചെയ്തു. ഓരോ ദിവസവും ദൈവം അത്ഭുതകരമായിട്ട് എന്നെ ശേഷം നടത്തിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ പലതരത്തിലുള്ള വീഴ്ചകളും കുറവുകളൊക്കെ ഉണ്ട്. എങ്കിലും ദൈവം എപ്പോഴും എന്നെ വഴി നടത്തും. ഇടത്തോട്ടോ വലത്തോട്ടോ മാറുമ്പോഴൊക്കെയും ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും ജീവിതത്തിൽ മനസാക്ഷിയിൽ കുറ്റബോധവും മറ്റു കാര്യങ്ങളൊക്കെ വന്ന് വീണ്ടും ദൈവത്തിലേക്ക് മടങ്ങി വരാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. അതുപോലെ തന്നെയാണ് 3ാമത്തെ വരി പറഞ്ഞിടത്തോളം എൻ്റെ ഭാവിയെ ദൈവം കരുതി. എൻ്റെ വിജയത്തിലും എൻ്റെ പരാജയത്തിലൊക്കെ എൻ്റെ പപ്പായും മമ്മിയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നെ ധൈര്യപ്പെടുത്തി എപ്പോഴും നടത്തി എൻ്റെ പപ്പ.
തന്നെ എനിക്ക് എന്നെ സ്നേഹിക്കുകയും കരുതുകയും എൻ്റെ കൂടെ നിൽക്കുന്ന ഡയാന ദൈവം എനിക്ക് തന്നു, മക്കളെ ദൈവം എനിക്ക് തന്നു. പറയാൻ പറ്റുന്നില്ല, ഒരു ദൈവത്തോളം സ്നേഹിച്ചു. ഒരുപാട് നന്ദിയുണ്ട്. എന്നെ വളർത്തിയ മാതാപിതാക്കൾ, ഡയാന, കുഞ്ഞുങ്ങൾ, നമ്മളെ എല്ലാവരും ഓരോരുത്തരുടെയും സ്നേഹവും ബലവുമാണ് ഞങ്ങൾക്ക് നിൽക്കുന്നത് തന്നെ. ആക്ച്വലി ശേഷം യേശുവിന് വേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു. ആ വഴികളെ തുടർന്ന് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്, പക്ഷേ ദൈവം സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കും. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകും. ഭാഗ്യ സാക്ഷിയിൽ തന്ന നല്ല അവസരത്തിനായി നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും മാസങ്ങളിലും വർഷങ്ങളിലും എല്ലാം ദൈവം എനിക്കും എൻ്റെ കുടുംബത്തിനും നല്ലവനും വിശ്വസ്തനും വാക്കുമാറാത്തവനുമായിരുന്നു. നമ്മളിന്ന് മീറ്റിങ്ങിൻ്റെ ആദ്യം പാടിയ പോലെ ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ എനിക്കോ എൻ്റെ കുടുംബത്തിനും പറയുവാൻ യോഗ്യതയുമില്ല. എല്ലാ നന്മകളും ഞങ്ങൾ അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ ദാനം ഒന്ന് മാത്രമാണെന്ന് എണ്ണി ഓരോ ദിവസവും ജീവിക്കാനാണ് എനിക്കിഷ്ടം. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ഞാൻ ആദ്യമായി അറിയുന്നത് 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴായിരുന്നു. ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് എൻ്റെ 10th സ്റ്റാൻഡേർഡ് പഠിച്ചത്. എൻ്റെ പേരൻസ് അന്ന് പുറത്തായിരുന്നു. എനിക്ക് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എനിക്ക് അത് ഷെയർ ചെയ്യാൻ ഫ്രണ്ട്സൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ടെൻഷൻ വരുമ്പോഴെല്ലാം ബൈബിൾ എടുത്ത് വായിക്കുമായിരുന്നു. എനിക്ക് അപ്പോൾ ഒരു സമാധാനം ഉണ്ടാകുമായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവരുടെ കൂടെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമായിരുന്നു. പിന്നീട് കല്യാണം കഴിഞ്ഞ് ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ ഇവിടുത്തെ മമ്മിയുടെ കൂടെ പ്രേയറിനൊക്കെ പോകുമായിരുന്നു. ജീവിതത്തിൻ്റെ ഒരു പോയിന്റിൽ ശരിക്കും ഞാനൊരു തകർന്ന ഒരു അവസ്ഥയിൽ കൂടി പോകേണ്ടതായി വന്നു. എന്നെല്ലാം ദൈവം മാത്രമായിരുന്നു എൻ്റെ ആശ്വാസം, എൻ്റെ സങ്കേതവും. ഇന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്ന പോലെ സാംസ് 34:18 ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവൻ്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകുകയുമില്ല. ഈ വചനം എനിക്ക് ഒരുപാട് ആശ്വാസം തന്നിട്ടുള്ള വചനമാണ്. ദൈവം എന്നെയും എൻ്റെ കുടുംബത്തെയും അത്ഭുതകരമായ എൻ്റെ വിഷമാവസ്ഥയിൽ നിന്നും വിടുവിച്ചു. എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും അനേകം ദൈവമക്കൾ പ്രാർത്ഥിക്കാനിടയായി. അതിൻ്റെ ഫലം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ ഒരു പുതിയ ജീവിതം ദൈവം തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം എനിക്ക് സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ കഴിഞ്ഞു. ഒരു മാനസാന്തരാനുഭവം എനിക്കുണ്ടായി. എൻ്റെ പലവിധമായ ഭയങ്ങളിൽ നിന്നെല്ലാം എനിക്കൊരു വിടുതൽ ലഭിക്കാനിടയായി. പിന്നീട് ദുബായ് CFC ചർച്ചിലേക്ക് മോൻ്റെ ജനനശേഷം കടന്നു പോകാൻ ദൈവം ഇടയാക്കി. അവിടെയുള്ള എൽഡേഴ്സിൽ നിന്നും ദൈവത്തിൻ്റെ കുറിച്ചും കൂടുതലായി അറിയാനിടയായി. പലവിധ ചെറിയ നമ്മൾ ഉപേക്ഷിച്ച് കളയുന്ന കോപം പോലെയുള്ള കാര്യങ്ങൾ എത്ര വലിയ പാപമാണെന്ന് മനസ്സിലാക്കാനിടയായി. അനേകം പ്രാക്ടിക്കലായിട്ടുള്ള ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം കേൾക്കാൻ ദൈവം സഹായിച്ചു. ഒരു ഉള്ളിയുടെ തൊലി നമ്മൾ പൊളിച്ച് മാറ്റുന്ന പോലെ എൻ്റെ ജീവിതത്തെ ശോധന ചെയ്യാനും ഓരോ തെറ്റായ കാര്യങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കാനും എല്ലാം ദൈവം എന്നെ സഹായിച്ചു. ദൈവം വച്ചിരിക്കുന്ന പാതയിൽ വിശ്വസ്തയോട് സഞ്ചരിച്ച് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വച്ചിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനായി ഞാൻ ദൈവമക്കളോട് എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുള്ളൂ. For with God nothing is impossible. Luke 1:37. Depart from evil and do good and dwell forevermore. Psalms 37:27. Praise the Lord. I thank and praise God for giving me this opportunity to testify. God has been good to me through the past few years, and I thank Him for keeping me and my family safe. He has helped me in my studies and has also guided me daily through His word, through my Sunday school teachers. One word that really helped me this year was Matthew 11:28, which is, "Come to me, all who are weary and heavy laden, and I will give you rest." This verse really blessed and helped me to put my trust in God and cast all my burdens and troubles on Him, knowing that He will protect and guide me. I request the church to please keep me and my family in your prayers. എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് പ്രിയപ്പെട്ടവരിൽ ഒന്നിച്ച് എൻ്റെ കുടുംബത്തോടൊത്ത് എൻ്റെ ദൈവത്തെ സ്തുതിക്കാൻ ഒരു അവസരം എൻ്റെ ദൈവം എനിക്ക് തന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ജീവനുള്ള ദൈവത്തെ കാണാൻ എനിക്ക് എൻ്റെ ദൈവം ഭാഗ്യം തന്നു. ഓർത്തെൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്.
ഞാൻ മർത്തോമ സമുദായത്തിൽ ജനിച്ച് വളർന്നു. ഇവിടെ ഓർത്തഡോക്സിൽ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നു. എനിക്ക് 2 കുഞ്ഞുങ്ങൾ ഉണ്ട്. മോൻ മുഖേനയാണ് എനിക്ക് ദൈവത്തെ കാണാൻ സാധിച്ചത്. അവന് ജനിച്ചപ്പോൾ മുതലേ ഒരു അസുഖം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ ഭവനത്തിൽ പ്രിയപ്പെട്ടവർ കടന്നു വന്ന് കുടുംബത്തോടൊത്ത് എൻ്റെ ദൈവത്തെ ആരാധിപ്പാൻ, എൻ്റെ കർത്താവിനെ ഒന്ന് സാക്ഷിപ്പാൻ ഒരവസരം തന്നതിനായി സ്തോത്രം. 2 വർഷം കൊണ്ട് ഞാൻ ഇതൊന്നും അനുഭവിക്കാതെ, ഒരു ആത്മീയ സന്തോഷമൊന്നും അനുഭവിക്കാതെ ഇപ്പം എൻ്റെ കിടക്കയിൽ ഇങ്ങനെ ഒരു കിടപ്പായിരുന്നു. എൻ്റെ ശരീരം തളർന്ന്, എങ്കിലും ദൈവം എന്നെ നിരാശപ്പെടുത്തിയില്ല. അവയിലേക്ക് നോക്കി ഒരു പ്രകാശിതരായിരുന്നു. ദൈവത്തിൻ്റെ വചനത്തിലൊക്കെ ആശ്രയിച്ച് ഓരോ ദിവസവും ദൈവകൃപയിൽ ജീവിപ്പാൻ ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എൻ്റെ കുഞ്ഞുങ്ങൾ, ഞങ്ങൾ കുടുംബമായിട്ട് എൻ്റെ ദൈവത്തെ ആരാധിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയായിരുന്നാലും ദൈവത്തെ വിട്ട് ജീവിക്കാതെ ദൈവത്തിനായിട്ടായിത്തീരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മോനാണ് ഞാൻ ദൈവത്തെ കാണാനല്ല എനിക്കിടയായത്. അവന് ചെറുപ്രായത്തിൽ ഒരു പനിയുടെ അസ്വസ്ഥത ഉണ്ടായിരുന്നു. അത് മുഖേന എന്നും അങ്ങ് ആശുപത്രിയിലായിരുന്നു. അച്ഛനും നാട്ടിലില്ലായിരുന്നു, വെളിയിലായിരുന്നു. ഞാൻ അവനെ കൊണ്ട് ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ട്, അങ്ങനെ ഞാൻ കൊച്ചു പ്രായത്തിൽ എനിക്ക് യേശുവിനെ, ഈ മർത്തോമ സമുദായത്തിലായിരുന്നു ഞാൻ. അവിടെ ആയിരുന്നെങ്കിൽ എനിക്ക് യേശുവിനെ കാണാനും എനിക്ക് യേശു ആരാന്നും ഒക്കെ മനസ്സിലാക്കാനെല്ലാം ദൈവം സഹായിച്ചു. പാപം ചെയ്താൽ നരകത്തിൽ പോകുമെന്നും നല്ലത് ചെയ്താൽ സുഖത്തിൽ പോകുമെന്നും എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പറയുമായിരുന്നു, എന്തെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി ജീവിച്ചിട്ടേ ഞാൻ എന്നെ എടുക്കാവേ. എനിക്ക് നരകത്തിൽ പോകണ്ട, എനിക്ക് നിൻ്റെ അടുത്ത് വന്നാൽ മതി, സ്വർഗത്തിൽ വന്നാൽ മതി. അങ്ങനെ ഞാൻ പറയുമായിരുന്നു എൻ്റെ ചെറിയ പ്രായത്തിൽ, സൺഡേ സ്കൂളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. യേശു ആരാണെന്നും എന്തുവെന്നൊന്നും അത്ര വലിയ അറിവൊന്നും എനിക്കില്ലായിരുന്നു. എങ്കിലും മോൻ്റെ ഈ അസുഖം വന്നപ്പോൾ ഞാൻ ദൈവത്തോട് കൂടുതൽ പ്രാർത്ഥിക്കാനും കരയാനും ഒക്കെ തുടങ്ങി. എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു അമ്മ പറഞ്ഞു, നീ എന്നും ഈ കുഞ്ഞിനെ കൊണ്ട് ആശുപത്രിയിലാണെന്നല്ലോ, ഞാൻ നിന്നെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകാൻ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടെ കൂടെ അവിടെ പോയി. പക്ഷേ അത് ദൈവികമല്ലായിരുന്നു, വേറൊരു സ്ഥാനത്താണ് ഞാൻ പോയത്. പോയി അവിടെ ചെന്ന് എനിക്ക് ഇവൻ അസുഖമെല്ലാം പിന്നെ അങ്ങ് കൂടാനിടയായി. അപ്പോൾ എനിക്ക് ഭയങ്കര ഭയമായി, ഇവനെന്തേലും വന്നു പോകുമെന്ന് പേടിച്ചിട്ട് ഞാൻ കരയാൻ തുടങ്ങി ദൈവത്തോട്. എൻ്റെ കുഞ്ഞിനെ ഒന്നും ഇവന് രാത്രിയൊക്കെ ആകുമ്പോൾ അങ്ങ് ചന്നി വരികയും അങ്ങനെ ഇവനെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ എൻ്റെ അപ്പച്ചനും അമ്മയെല്ലാം ഓടും പാതിരാത്രിക്കൊക്കെ. അങ്ങനെ ഞാൻ ദൈവശബ്ദം കേൾക്കാനിടയായി. എല്ലാ ദൈവങ്ങളിലും ശക്തിയുള്ള ദൈവം ഞാൻ, നിൻ്റെ സകല ചിന്താരങ്ങളെ എൻ്റെ മേൽ വെച്ചോളാൻ പറഞ്ഞു. പിന്നെ മോനെയും ഇതുപോലെ ഒരു ദർശനം എന്നെ കാണിച്ചു. അവനെ ഇങ്ങനെ ചേർത്ത് ദൈവം പിടിച്ചിട്ട് പറഞ്ഞു, നീ ഇവനെ പറ്റി ഭാരപ്പെടല്ലേ, ഇവനെ എനിക്കുള്ളവനാ, ഇവനെ ഞാൻ നോക്കിക്കോളാം. അതിൽ പിന്നെ അവൻ്റെ അസുഖമൊക്കെ അങ്ങ് മാറി. പിന്നെ ഞാനും അങ്ങ് ദൈവത്തോട് കൂടുതൽ അടുക്കാനിടയായി. ഞാൻ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ആ ഒരു രീതിയിൽ തന്നെ വളർത്തി. എൻ്റെ 2 മക്കളെയും യേശുവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തും അങ്ങനെയൊക്കെ അവരെ വളർത്താൻ എനിക്ക് ദൈവം കൃപ തന്നു. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എൻ്റെ പുകഴ്ചയും നന്മയൊന്നുമെല്ലാം ദൈവം എന്നെ സ്നേഹിച്ചതുകൊണ്ട് മാത്രം. അവരെവിടെയായിരുന്നാലും എൻ്റെ ദൈവത്തെ വിട്ടു പോവല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും കരച്ചിലും കണ്ണുനീരും എല്ലാം. അതുപോലെ അച്ഛനും ഇത്രത്തോളം ഞാൻ സുഖമില്ലാതെ കിടന്നാലും എന്നെ ഇത്രത്തോളം ശുശ്രൂഷിക്കുകയും എന്നെ കരുതുകയും കാത്തുകൊള്ളുകയും ഒക്കെ ചെയ്തു. എൻ്റെ ദൈവം എനിക്ക് അതിനുള്ളൊരു വഴി ഒരുക്കി തന്നു. എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതിന് എനിക്കിന്ന് ഭയങ്കര നന്ദിയുണ്ട് ദൈവത്തോടും അച്ഛനോടും. ദൈവത്തിന് സ്തോത്രം. ഇനിയും ജീവിക്കുന്ന കാലമൊക്കെയും യേശുവിന് വേണ്ടി മാത്രം ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളും നശിച്ചു പോകരുത്. അവർ കൊച്ചു കുഞ്ഞുങ്ങളും എൻ്റെ മക്കളും എല്ലാം ദൈവകൃപയിൽ തന്നെ ആയിരിക്കണം. എല്ലാവരും കടന്നു വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. കർത്താവിൻ്റെ വരവിൽ കാണപ്പെടണമെന്നുള്ള ഒരാഗ്രഹത്തോടാണ് ഓരോ ദിവസവും ജീവിക്കുന്നത്. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് സാക്ഷ്യം നൽകും. കർത്താവിൻ്റെ തിരുമേനി നമുക്കായിട്ട് അർക്കപ്പെട്ടു. ക്രിസ്തീയ പാരമ്പര്യത്തിലായിരുന്നെങ്കിലും കർത്താവിനെ വ്യക്തിപരമായിട്ട് കണ്ടെത്തുവാൻ ഈ പ്രിയ സഹോദരങ്ങളെ ദൈവം വഴി നടത്തിയ വിധങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. എത്ര
ജീവനുള്ള സാക്ഷ്യം നമ്മളുടെ ജീവിതത്തിൽ എത്രയധികം നമ്മൾ കർത്താവിനെ വിട്ട് പിന്മാറി പോകുമ്പോഴും നമ്മളെ കൂടെ ചേർക്കുന്ന ആ കർത്താവിൻ്റെ സ്നേഹം, ദയ, ആ ദയ ലഭിച്ചതുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാനല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അതിന് അവിടുന്ന് മാത്രം, ക്രിസ്തു മാത്രമേ യോഗ്യതയുള്ളൂ. അതുകൊണ്ട് മാധുര്യ രാഗമാഗീതങ്ങളാലെ അവനെ ഞാൻ പുകഴ്ത്തിയിടുവും. അവിടുത്തെ തിരുമേനി എനിക്കായിട്ട് അർക്കപ്പെട്ടു, ആ രക്തത്തിൻ്റെ വിലയായിട്ട് എന്നെ വാങ്ങി. ഗോത്രങ്ങളും ഭാഷകളും വംശങ്ങളും ജാതികളും എല്ലാം സർവ്വവും ചേർന്നുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നതിൻ്റെ ആ കൂട്ടത്തിൽ കർത്താവിനെ സ്തുതിക്കുവാൻ എന്നെയും യോഗ്യനാക്കി തീർത്തല്ലോ എന്നുള്ള ഒരു വലിയ 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 സന്തോഷത്തോടെ കർത്താവ് നമ്മളുടെ മധ്യത്തിലുള്ള കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവിനെ നോക്കി സന്തോഷത്തോടെ, നന്ദിയോടെ, സ്തുതിയോടെ നമുക്ക് ഹൃദയത്തിന് ആഴത്തിൽ നിന്ന് കർത്താവിനെ നോക്കി സ്തുതിച്ചുകൊണ്ട് നമുക്ക് പാടാം. ലഭിച്ചു നാം സ്തുതിച്ചിടൂ, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. ലഭിച്ചു നാം സ്തുതിച്ചിടൂ, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമംഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമംഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. നിന്തിരുമേനിയറുക്കപ്പെട്ടു നിൻ രൂപത്തിൻ വിലയായി വാങ്ങിയതാ. നിന്തിരുമേനിയറുക്കപ്പെട്ടു നിൻ രൂപത്തിൻ വിലയായി വാങ്ങിയതാ. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ സർവ്വവും ചേർന്നുകൊണ്ട്. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ സർവ്വവും ചേർന്നുകൊണ്ട്. അടിയാരെ നീ വിടുവിച്ചു, പാപത്തിനഭിനതയിൽ നിന്നേ അടിയാരെ നീ വിടുവിച്ചു. അത്ഭുതമാർമൊഴിയിൽ പ്രിയനോടെ രാജ്യത്തിലാക്കിയതാ. അത്ഭുതമാർമൊഴിയിൽ പ്രിയനോടെ രാജ്യത്തിലാക്കിയതാ. നേടുന്നു പ്രിയനെ വാഴ്ത്തിടുവാൻ സിംഹാസനവാസികളും വീഴുന്നു പ്രിയനെ വാഴ്ത്തിടുവാൻ സിംഹാസനവാസികളും നായകനരുളിയ രക്ഷയിൽ മഹിമകൾ താഴെയിട്ട്. നായകനരുളിയ രക്ഷയിൽ മഹിമകൾ കിരീടങ്ങൾ താഴെയിട്ട്. കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. ദൈവകുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. സ്തുതിച്ചിടാം വെള്ളത്തിനിരച്ചിൽ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. സ്തുതിച്ചിടാം വെള്ളത്തിനിരച്ചിൽ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. വരുന്നതിനാൽ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം. യേശുദാൻ വേഗം വരുന്നതിനാൽ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം. സ്നേഹിച്ച
യേശുവെ കണ്ടിടുവോം നാം ആനന്ദനാളതിലേ. സ്നേഹിച്ച യേശുവെ കണ്ടിടുവോം നാം ആനന്ദനാളതിലേ. ജയജപിച്ചോ നാം സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. നമുക്ക് വചനത്തിലേക്ക് തിരുന്നതിന് മുമ്പായിട്ട് 2 സൗരങ്ങളോട് ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞോട്ടെ. സൂസി സിസ്റ്ററും വിനി സിസ്റ്ററും സദത്തിൽ പ്രാർത്ഥിക്കൂ. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, Please. ഈ സന്ധ്യാസമയം അല്പസമയം നിന്റെ സന്നിധിയിൽ പാനോടുന്ന സവാസത്തിനായി ഫലത്തായിരുന്ന ഞങ്ങൾ കർത്താവേ നിന്റെ മക്കളുടെ ഭവനത്തിൽ വരുവാനും കർത്താവെ അവരോടൊത്ത് കൂട്ടായ്മ ആചരിപ്പാനും തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളൊന്നുമില്ല ഏതുമില്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു കർത്താവേ. നീ ഞങ്ങളെ സ്നേഹിച്ചതോട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. നിന്റെ സ്നേഹം ഞങ്ങൾ കർത്താവെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ തക്കോണം ഞങ്ങളുടെ ജീവിത രീതികളെ അവിടെ ധന്യമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിനക്കായി കീഴ്പ്പാൻ തക്കോണം നിന്റെ നാം ഉയർത്തുന്നവരായിരിക്കാൻ തക്കോണം കർത്താവെ. അടികളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കേൾക്കുന്ന വചനങ്ങളെ അവിടെ ഞങ്ങൾക്ക് കർത്താവെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും ഞങ്ങൾ ഫലം കായ്ക്കുന്നവരുമായിരിക്കാൻ തക്കോണം അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനം ഘോഷിക്കുന്ന മക്കളെ അവിടെ അനുഗ്രഹിക്കണമേ കർത്താവെ. വന്നതുപോലെയല്ല അത് കർത്താവെ സംഗ്രഹിച്ചു പോകുവാൻ തക്കോണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരം എല്ലാവരെയും അവിടുത്തെ കാര്യത്തിലെടുത്ത് ഉപയോഗിക്കണമേ കർത്താവെ. പ്രവൃത്തിക്ക് അനുകൂലമാക്കി തരണമേ. പ്രത്യേകിച്ച് കർത്താവെ ഇവിടെയുള്ള എല്ലാവരെയും അവിടുത്തെ കാര്യത്തിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് അമ്മയെ അവിടുത്തെ കാര്യത്തിൽ തരുന്നു കർത്താവെ. നിന്റെ കാര്യത്തിൽ അവളെ ഏൽപ്പിക്കുന്നു കർത്താവെ. നീ സകലം അറിയുന്ന ദൈവമായി ആ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നിന്റെ കൃപ നിന്റെ മകളോട് കൂടെ ഉള്ളതിനായിട്ട് സ്തോത്രം കർത്താവെ. രണ്ട് സാക്ഷ്യങ്ങൾക്കായിട്ട് നിങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. അതനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുന്നു കർത്താവെ. സകലോപദേശിന്റെ നാമത്തിൽ താഴ്ച അപേക്ഷിക്കുന്നു. ദയോട് കേൾക്കുന്നു. ഞങ്ങളുടെ യാത്രകൾക്ക് കൂടെ കർത്താവ് തക്ക സമയത്തൊക്കെ കർത്താവിടെ എത്തിച്ചേരാനും സഹായിച്ചു. എൻ്റെ മക്കളോടൊപ്പം കർത്താവ് നിന്റെ സന്നിധിയിൽ വരുവാനും കർത്താവ് നിന്റെ മക്കളൊക്കെ യാത്രകളൊക്കെ കൂടെ ഇരുന്നു കർത്താവ് ഈ ഭവനത്തിലും ഈ കർത്താവ് പ്രാർത്ഥനയൊക്കെ വെക്കാനൊക്കെ നിന്റെ മക്കളെ സഹായിച്ചു. എൻ്റെ മക്കളെ സഹായിക്കണമേ കർത്താവ്. കുഞ്ഞുങ്ങളെയും കർത്താവ് ഇവിടെ തന്നെ സിസ്റ്ററിനെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പപ്പായ മമ്മിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ സഹായിക്കണമേ. മമ്മിക്ക് എത്രത്തോളം കർത്താവ് സഹായിച്ചു. നിന്റെ മകളുടെ സാക്ഷികൾ കേൾക്കുവാനൊക്കെ കൃപ തന്നു കർത്താവെ. ആരോഗ്യത്തോടായിരിക്കാൻ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് നീ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ എല്ലാവരും കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങൾക്ക് കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അത് നിന്റെ മക്കളെ സഹായിക്കണം. അത് കേട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അത് രൂപാന്തരം വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം കർത്താവെ. അത് ഞങ്ങൾക്ക് അത് മനസ്സിലാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എല്ലാവരും കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം തന്നെ.